ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് റവ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് നമുക്ക് മുട്ടയോ ബട്ടറോ അതുപോലെ ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. ഞാനൊരു അരക്കപ്പ് പഞ്ചസാര കറക്റ്റായിട്ട് തന്നെ അളന്നെടുത്തിട്ട് ഒരു സോസ് പാനിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ചട്ടകം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലയെന്നുണ്ട് അതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ചട്ടകത്തിൽ മുഴുവനും പഞ്ചസാര അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് ഇളക്കി മിക്സ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പഞ്ചസാരയും നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് കളറും കൂടെ കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നിങ്ങൾ വെച്ചുകൊടുക്കുക. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. പഞ്ചസാര കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വെറും 1/4 കപ്പ് തന്നെ അളന്നിട്ടെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നന്നായിട്ട് പഞ്ചസാര മെൽറ്റായി നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി വളരെ തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ മേൽക്കൊക്കെ തെറിക്കൂട്ടുക, കയ്യിലൊക്കെ ആകെ പൊള്ളി പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കാരമൽ ചെയ്ത് ശീലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്കറിയാൻ പറ്റും. അപ്പോൾ നല്ലപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കട്ടിയായിട്ട് വരും കേട്ടോ. പിന്നെ ആ ചൂടിൽ തന്നെ നമ്മൾ അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അലിഞ്ഞ് വന്നോളും. അപ്പം നമുക്ക് നന്നായിട്ടൊരു കാരമൽ സിറപ്പായിട്ട് കിട്ടും. ആ ഒരു സമയത്ത് എല്ലാ പഞ്ചസാരയും നന്നായിട്ട് അലിയുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചാൽ മതി. ഒരിക്കലും നമ്മൾ ചൂടോടുകൂടി കേക്ക് ബാറ്ററിലേക്ക് ഒഴിക്കൂല കേട്ടോ. റൂം ടെമ്പറേച്ചറിലാകുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്യാൻ എടുക്കുക. അപ്പം നമുക്കത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എന്തും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലാത്ത കാരണം തന്നെ അത് ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് മുന്തിരി ജ്യൂസ് എടുക്കാം കേട്ടോ. വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അടിച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. ഇപ്പോൾ 1 മണിക്കൂറെങ്കിലും ഇതുപോലെ തന്നെ വെക്കുക. ഇനി കുറച്ച് സ്പൈസസ് ആണ്. ഒരു 2 വലിയ കഷ്ണം പട്ട, അതുപോലെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക, 2 ഏലക്ക, 2 ഗ്രാമ്പൂ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. സ്പൈസസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. പട്ട കുറച്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ജാതിക്ക ഏലക്ക ആ ഒരു മിക്സ് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത് കേട്ടോ, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ റവ വലിയ തരി റവ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ചെറിയ തരിയുള്ള റവ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യണ്ട കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ വലിയ കണ്ണുള്ള ഒരു അരിപ്പയിൽ നിങ്ങൾക്ക് ഒന്ന് അരിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. തണുത്ത പാലോ ചൂടുപാലോ എടുക്കരുത് കേട്ടോ, റൂം ടെമ്പറേച്ചറുള്ള പാലിന് എടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പാണ് മൊത്തം പഞ്ചസാര നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. 1/4 കപ്പ് പറഞ്ഞാൽ 60 ml ആണ് കേട്ടോ. അത്രയും മതി. ഒരു 3 ടേബിൾ സ്പൂൺ അളന്നിട്ട് എടുത്താൽ മതി. കൂടുതലായിട്ട് ഓയിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പാകമായിട്ടാവും കിട്ടുക. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കാരമൽ സിറപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ചൂടോട് കൂടി ഒരിക്കലും നിങ്ങൾ ഒഴിക്കരുത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഒരു നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൊക്കോ പൗഡർ ചേർത്തുകൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു ഡാർക്ക് കളറ് നമ്മുടെ കേക്കിന് കിട്ടും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റവയുടെ മിക്സ് ഉണ്ടല്ലോ, റവ കൊക്കോ പൗഡർ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള അത് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം.
അപ്പോൾ ഞാൻ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒരു 2 റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി ശർക്കര വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്, മുട്ട ചേർത്തിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. എന്നാൽ പിന്നെ കട്ടയായിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് റവ ആയത് കാരണം തന്നെ പൊടി ഇട്ട് കൊടുക്കുന്ന പോലെ അത്രയൊന്നും കട്ടായിട്ട് വരില്ല, പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അപ്പോൾ മൈദ ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അതുപോലെ ഒരു ഹെൽത്തി പ്ലം കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ട്. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ അത്രയും കൂടുതലൊന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാം കേട്ടോ. ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, ചെറി ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല. നമുക്ക് ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടിന്നിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചാൽ മതി. ഇത് അടുപ്പിലാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ആദ്യം ഒന്ന് കേക്ക് ടീന് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ബാറ്റർ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ വെക്കുന്ന സമയത്ത് തീ കത്തിച്ചാൽ പോരാ, അതിൻ്റെ മുമ്പ് തന്നെ തീ കത്തിച്ചിട്ട് ചെറിയ തീയിലാക്കി ഇട്ടിട്ട് വേണം നമ്മൾ ഈ കേക്ക് ടിന്നെ ഇറക്കി വെക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. കൂടുതൽ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നല്ല ഭംഗിയിലൊക്കെ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു പാത്രത്തിലൊരു തട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 40 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. ഒരു 40 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് എടുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. സെൻറ്ററിൽ തന്നെ കുത്തി നോക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ കേക്കൊക്കെ നല്ല ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഇത് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എപ്പോഴും പ്ലം കേക്ക് ഏത് കേക്കാണെങ്കിലും നമ്മൾ ഇന്നുണ്ടാക്കിയ നാളെയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഒരിക്കലും ചൂടോട് കൂടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കഴിക്കാം. അതുപോലെ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എന്നും മൈദയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. വളരെ ഈസിയാണ്. റവയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.